ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു വെണ്ടക്ക പച്ചടിയുടെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരക്കപ്പ് വെണ്ടക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു സവോളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റൗവിലേക്ക് കടായി എടുത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെണ്ടക്കയിട്ട് സവോളയിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു വഴുവഴുപ്പ് മാറുന്നത് വരെ നമ്മൾ വഴറ്റിക്കൊണ്ടേയിരിക്കണം. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അതിനെ ഒന്നും കൂടി വഴറ്റിയെടുത്ത് നമ്മൾ അതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയിടുക. പിന്നീട് നമ്മൾ അരപ്പിനാവശ്യമായ സാധനങ്ങൾ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്. പിന്നീട് തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ഫൈനായിട്ട് അരച്ച് വന്നതിന് ശേഷം അതിലേക്ക് എടുത്ത് വെച്ച കടുകും കൂടി ഇട്ട് ഒന്നും കൂടി അരച്ച് കൊണ്ടുവരണം. അപ്പോൾ കടുക് നന്നായിട്ട് മുതിയരുത്, ഒന്ന് പൊട്ടിച്ചെടുക്കാനേ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ വെണ്ടക്കയിലേക്ക് നമ്മുടെ അരപ്പിനെയും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നീട് ഒരു അരക്കപ്പ് തൈരും കൂടി ഒഴിച്ച് അതിനെ ഒന്നുകൂടി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ വെണ്ടക്ക പച്ചടി റെഡിയായി. പിന്നീട് നമ്മൾ ഇതിലേക്ക് താളിക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കടായിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് താളിച്ച് വയ്ക്കും. അപ്പോൾ നമ്മൾ വെണ്ടക്ക പച്ചടി റെഡിയായി. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ നാളെ കാണാം.